Turning to Isaiah chapter 30, verse 18. യെശയ്യാ പ്രവാചക പുസ്തകം 30-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. And therefore will the Lord wait, that he may be gracious unto you, and therefore will he be exalted, that he may have mercy upon you. For the Lord is a God of judgment. Blessed are all they that wait for him. See, therefore will the Lord wait, that he may be gracious unto you. നിങ്ങളോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവൻ കാത്തിരിക്കുന്നു. Yes, he is waiting to show his grace. അവന്റെ കൃപ കാണിപ്പാൻ അവൻ കാത്തിരിക്കുന്നു. He wants to show his mercy as well. മാത്രമല്ല അവന്റെ ദയയും കാണിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. Blessed are they that wait for him. അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. He is waiting for us, അവൻ നമുക്കായി കാത്തിരിക്കുന്നു. and we must wait for him. നാം അവനായും കാത്തിരിക്കണം. In tarrying meeting, especially, we are waiting for him. കാത്തിരിപ്പ് യോഗത്തിൽ പ്രത്യേകമായി അവനായി നാം കാത്തിരിക്കുന്നു. How much more we wait for him, that much more we will become blessed. എത്ര അധികമായി നാം അവനായി കാത്തിരിക്കുന്നുവോ അത്ര അധികമായി നാം അനുഗ്രഹിക്കപ്പെടും. Because our God is waiting for us. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദൈവം നമുക്കായി കാത്തുകൊണ്ടിരിക്കുന്നു. He is waiting for us night and day. അവൻ രാപ്പകൽ ഭേദമന്യേ നമുക്കായി കാത്തുകൊണ്ടിരിക്കുന്നു. Months together, years together, he is waiting for us. മാസങ്ങളായി വർഷങ്ങളായി അവൻ നമുക്കായി കാത്തുകൊണ്ടിരിക്കുന്നു. Hastily, he did not judge our life. ധൃതിയായി അവൻ നമ്മുടെ ജീവിതത്തെ ന്യായം വിധിച്ചില്ല. He did not punish us. അവൻ നമ്മെ ശിക്ഷിച്ചില്ല. He did not take away from the faiths of this world. ഈ ലോകത്തിൽ നിന്നും നമ്മെ എടുത്തു മാറ്റിയില്ല. Our God's character is waiting character. നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം കാത്തിരിക്കുന്ന ഒരു സ്വഭാവമാകും. He waits, waits, waits. അവൻ കാത്തിരിക്കുക, കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരിക്കുന്നു. Many times, hastily, he doesn't interfere. പലപ്പോഴും അവൻ വേഗത്തിൽ ഇടപെടാറില്ല. That's why what we think, he is very silent or he ignored me. അതുകൊണ്ട് നാം പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നു, അവൻ നിശബ്ദനായിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ നമ്മെ വേണ്ടതുപോലെ കരുതുന്നില്ല. He is not carrying me. He is not mindful of me. അവൻ എന്നെ കുറിച്ച് കരുതുന്നില്ല, അവൻ എന്നെ കുറിച്ച് ഒരു ചിന്താഭാരവുമില്ല. Just I want to say one particular verse. ഒരു പ്രത്യേക വാക്യം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. In John the Gospel 11th chapter, യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ here we can see Jesus waiting for Mary. ഇവിടെ മറിയയ്ക്കായി യേശു കാത്തിരിക്കുന്നതായി നാം കാണുന്നു. This incident we all know very well. ഈ പ്രത്യേക സംഭവം നമുക്ക് ഏവർക്കും അറിയുന്നതാകുന്നു. Lazarus was sick. ലാസറസ് രോഗിയായിരുന്നു. Mary and Martha joined together sent message to Jesus. മറിയയും മാർത്തയും ഒരുമിച്ച് യേശുവിനെ ഈ ദൂത് അറിയിച്ചു. Whom thou lovest is sick. നീ സ്നേഹിക്കുന്നവൻ, നിനക്ക് പ്രിയനായവൻ ഇതാ ദീനമായി കിടക്കുന്നു. But the messenger become late. They took the message 2 days after to Jesus. എന്നാൽ ആ ദൂതുവാഹി താമസിച്ചു. 2 ദിവസം കഴിഞ്ഞാകുന്നു യേശുവിന്റെ അടുക്കൽ ആ ദൂതെത്തിയത്. And meanwhile, Lazarus dead. എന്നാൽ അതേ സമയം തന്നെ ലാസർ മരിച്ചുപോയി. When Jesus got that message, already he knew he died. യേശു ആ ദൂത് കേട്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി ലാസർ ഇതിനോടകം മരിച്ചിരിക്കുന്നുവെന്ന്. He stayed another 2 days. യേശുവോ 2 ദിവസം വീണ്ടും തങ്ങി. So after his death, 4 days passed by. അങ്ങനെ ലാസർ മരിച്ചതിന് ശേഷം 4 ദിവസം കടന്നുപോയി. Now he said unto his disciples, ഇപ്പോൾ അവന്റെ ശിഷ്യന്മാരോട് അവൻ പറയുകയാകുന്നു, let us go to Bethany. ഇപ്പോൾ നമുക്ക് ബെഥനി വരെ പോകാം. His disciples told, don't go there. അവന്റെ ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, അവിടെ പോകേണ്ട, Jews try to kill you. യഹൂദന്മാർ നിന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നുവല്ലോ. So don't go there. It is better to avoid that place. അതുകൊണ്ട് നീ അവിടെ പോകേണ്ട, അവിടെ പോകാതെ നമുക്ക് ഇരിക്കുന്നത് നല്ലത്. But he was bold enough to go there. എന്നാൽ അവൻ അവിടെ പോകുവാൻ ധൈര്യശാലി ആയിരുന്നു. Meanwhile, he said, Lazarus sleepeth. എന്നാൽ അതേ സമയം തന്നെ അവൻ പറയുന്നു, ഇതാ ലാസർ ഉറങ്ങുന്നു. Disciples said, if he sleeps, he will become better. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ലാസർ നിദ്ര കൊള്ളുന്നുവെങ്കിൽ തീർച്ചയായും അവൻ And ഉണരുവാൻ then he പോകുന്നു. said, it is not that sleep. He did. He revealed that secret. അപ്പോൾ ശിഷ്യന്മാരോട് വിവരിച്ചാൻ പറയുന്നു, അവൻ നിദ്ര കൊള്ളുക, ഉറങ്ങുകയല്ല, എന്നാലോ അവൻ മരിച്ചിരിക്കുന്നു. I am glad we were not there, but I am telling as a reality what happened there. നാം അവിടെ ഇല്ലായക കൊണ്ട് ഞാൻ നിങ്ങളെ ഓർത്ത് സന്തോഷപ്പെടുന്നു, എന്നാലോ ഞാൻ നിങ്ങളോട് ഈ യാഥാർത്ഥ്യം പറയട്ടെ. When we go there, when you realize that I was not in that place, but I told the truth, you will understand the truth how much with me. നിങ്ങൾ അവിടെ കടന്നു പോയതിനു ശേഷം
അവൻ മരിച്ചു, എന്നാൽ ആ സ്ഥലത്ത് ഞാൻ ഇല്ലായക കൊണ്ടും ഞാൻ ഈ യാഥാർത്ഥ്യം നിങ്ങളോട് പറയുക കൊണ്ടും എത്രത്തോളം സത്യം എന്നിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. Then all together went to Bethany. അങ്ങനെ അവർ ഒരുമിച്ച് ബെഥാനിയയിലേക്ക് പോയി. As he was going, അവൻ and പോകുന്ന somebody took the message to Mary and Martha. ചിലർ ആ വിവരം മറിയേയും മാർത്തയെയും അറിയിച്ചു. When they heard, അവർ അത് കേട്ടപ്പോൾ Martha got up മാർത്ത എഴുന്നേറ്റ് and she ran towards Jesus. യേശുവിന്റെ അടുക്കലേക്ക് അവൾ ഓടി. And she met Jesus. അവൾ യേശുവിനെ കണ്ടെത്തി. And she told, അവൾ യേശുവിനോട് പറഞ്ഞു, if you were here, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ my brother had not died. എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. Why you did not come? എന്തുകൊണ്ട് നീ വന്നില്ല? 4 days before we sent message. 4 ദിവസം മുൻപേ ഞങ്ങൾ ഈ വിവരം അറിയിച്ചുവല്ലോ. Before his death we sent message. മാത്രമല്ല അവൻ രോഗിയായിരിക്കുന്നുവെന്ന് മരണത്തിന് മുമ്പേ ഞങ്ങൾ അറിയിച്ചു. Now already 4 days passed by. ഇപ്പോൾ 4 ദിവസം ഇതിനോടകം മരിച്ച് അവൻ You are so late. യേശുവേ നീ അധികം വൈകിയിരിക്കുന്നു. Our funeral service conducted. ഇപ്പോൾ സംസ്കാര ശുശ്രൂഷ നടത്തി. Now his body may be stinking. ഇപ്പോൾ അവന്റെ മൃതദേഹം ഒരുപക്ഷെ നാറ്റം വെച്ചിരിക്കാം. In such a way he is kept in grave. അങ്ങനെ അവനെ ആ ഗുഹയിൽ വെച്ചിരിക്കുന്നു. If thou hast been here, my brother had not died. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. Even then she told, എന്നിട്ടും അവൾ പറയുന്നു, whatsoever thou wilt ask of God, God will give it to thee. എന്നിരുന്നാലും നീ എന്ത് പിതാവായ ദൈവത്തോട് അപേക്ഷിച്ചാലും അവൻ നിനക്ക് അപേക്ഷ നൽകി തരും. In 11th chapter 23rd verse when we read, 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ Jesus saith unto her, യേശു അവളോട് പറയുന്നു, thy brother shall rise again. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. Martha said unto him, മാർത്ത അവനോട്, I know that he shall rise again in the resurrection at the last day. ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. Jesus said unto her, യേശു അവളോട്, I am the resurrection, ഞാൻ തന്നെ പുനരുത്ഥാനവും I am the life. ഞാൻ തന്നെ He ജീവനുമാകുന്നു. that believeth in me, എന്നിൽ വിശ്വസിക്കുന്നവൻ though he were dead, yet shall he live. മരിച്ചാലും ജീവിക്കും. If you believe, നിങ്ങൾ വിശ്വസിച്ചാൽ this miracle will happen. ഈ അത്ഭുതം സംഭവിക്കും. What is that? അതെന്താകുന്നു? I am the resurrection and the life. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. He that believeth in me, എന്നിൽ വിശ്വസിക്കുന്നവൻ though he were dead, അവൻ മരിച്ചാലും yet shall he live. എന്നാലും അവൻ ജീവിക്കും. Whosoever liveth and believeth ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ shall never die. ആര് പെരുന്നാളും മരിക്കയില്ല. Believest thou this? ഇത് നീ വിശ്വസിക്കുന്നുവോ? And she said, yes, Lord. അവൾ പറഞ്ഞു, അതേ കർത്താവേ, Yea, Lord, I believe that. കർത്താവേ ഞാൻ അത് വിശ്വസിക്കുന്നു. Thou art the Christ, the Son of God, which should come into this world. ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ. Immediately, she left Jesus and went to home. ഉടനെ അവൾ യേശുവിനെ അവിടെ വിട്ടേച്ച് ഭവനത്തിലേക്ക് പോയി. This conversation stopped there. ഈ സംസാരം അവിടെ അത് നിർത്തി. Jesus did not tell anything more, യേശു ഇതിനോട് കൂടെ എന്തെങ്കിലും കൂടി പറഞ്ഞില്ല. but she understood something. എന്നാൽ ചിലത് അവൾക്ക് മനസ്സിലായി. He wanted to convey that message to her sister. അവളുടെ സഹോദരിയോട് ഈ വിവരം പറയാൻ അവൾ ആഗ്രഹിച്ചു. Mary did not come to meet Jesus. മറിയ യേശുവിനെ കാണുവാൻ അവിടം വരെ വന്നില്ല. She might had much grief. അധിക ദുഃഖം അവളുടെ ഉള്ളിൽ അവൾക്ക് ഉണ്ടായിരുന്നേനെ. Why Jesus, in the time of need, he did not help? എന്തുകൊണ്ടാകുന്നു യേശു ആവശ്യഘട്ടത്തിൽ കടന്നു വരാതിരുന്നത്? See, we send message. നോക്കുക, ഞങ്ങൾ ആ വിവരം അറിയിച്ചുവല്ലോ. He loved my brother. എന്റെ സഹോദരനെ യേശു സ്നേഹിക്കുകയും My ചെയ്തിരുന്നു. brother loved him. എന്റെ സഹോദരൻ യേശുവിനെ We സ്നേഹിച്ചു. loved him. ഞങ്ങൾ അവനെ But സ്നേഹിച്ചിരുന്നു. in the time of need, he didn't come. എന്നാൽ ആവശ്യഘട്ടത്ത് അവൻ വന്നില്ല. In the time of sickness, he did not help. രോഗത്തിന്റെ സന്ദർഭത്തിൽ അവൻ വന്നില്ല. He is miracle worker. അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നവനാകുന്നു. He is Messiah. അവൻ മെസ്സയ്യാകുന്നു. And he healed many. അവൻ പലരെ സൗഖ്യമാക്കി. He raised many. അനേകരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. But for my brother, he did not come to help. എന്നാൽ എന്റെ സഹോദരനെ സഹായിപ്പാൻ അവൻ വന്നില്ല. After 4 days, he is coming. 4 ദിവസത്തിന് ശേഷമാകുന്നു അവൻ വരുന്നത്. What is the need of coming now? ഇപ്പോൾ വന്നതുകൊണ്ട് എന്ത് പ്രയോജനം? He could have come 4 days earlier. 4 ദിവസം മുൻപേ അവന് വരാമായിരുന്നു. If he had come 4 days earlier, definitely my brother had not died. 4 ദിവസം മുൻപേ അവൻ വന്നിരുന്നെങ്കിൽ തീർച്ചയായും എന്റെ സഹോദരൻ മരിക്കയില്ല. Now he died and buried. ഇപ്പോഴോ അവൻ മരിച്ചിരിക്കുന്നു. Now he is coming for what cause? ഇപ്പോൾ അവൻ വന്നിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാകുന്നു? With so many questions, she might have stayed at home. ഒരുപക്ഷെ ഇങ്ങനെയുള്ള പലവിധമായ ചോദ്യങ്ങളുമായി അവൾ ഭവനത്തിൽ തങ്ങിയിരിക്കാം. It is true, earlier Mary loved Jesus. മുൻപേ മറിയ യേശുവിനെ സ്നേഹിച്ചിരുന്നു എന്ന് സത്യം തന്നെ. To be at his footstool, she liked it very much. അവന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ അവൾ അധികമായി ഇഷ്ടപ്പെട്ടു സത്യം തന്നെ. And she liked to hear from Jesus. യേശുവിൽ നിന്ന് കേൾപ്പാൻ അവൾ ഇഷ്ടപ്പെട്ടു സത്യം തന്നെ. She poured that ointment at his feet and washed it, wiped by her hairs. അവൾ തൈലത്താൽ അവന്റെ കഴുകി അവന്റെ ശരീരം മുഴുവനും അവൾ തുടച്ചു എന്നത് സത്യം തന്നെ. She shed her tears also. അവളുടെ കണ്ണുനീർ അവൾ തൂകി സത്യം In തന്നെ. such a way she loved Jesus, അങ്ങനെ യേശുവിനെ അവൾ സ്നേഹിച്ചു. devoting all her time
everything she used to sit at Jesus' footstool. മാത്രമല്ല അവളുടെ മുഴുവൻ സമയവും എടുത്തുകൊണ്ട് അവളുടെ മുഴുവൻ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് അവൾ യേശുവിന്റെ പാദപീഠത്തിലിരുന്നു. സത്യം. But in the time of need, when Jesus did not come, എന്നാൽ ആവശ്യഘട്ടത്തെ യേശു വരാതിരുന്നപ്പോൾ, now Martha has gone to meet Jesus, Mary staying at home. ഇപ്പോൾ മാർത്ത യേശുവിനെ കാണുവാൻ പോയിരിക്കുന്നു, മറിയോ ഭവനത്തിൽ തങ്ങിയിരിക്കുന്നു. But Martha, when she saw Jesus, എന്നാൽ മാർത്ത യേശുവിനെ കണ്ടപ്പോൾ she understood something. ചില കാര്യങ്ങൾ അവൾക്ക് മനസ്സിലായി. By his face, അവന്റെ മുഖഭാവത്തിൽ and by seeing his countenance, അവന്റെ മുഖം ദർശിച്ചപ്പോൾ, or without Jesus telling anything to Martha, മാർത്തിയോട് എന്തെങ്കിലും യേശു പറയുന്നത് മുൻപ് തന്നെ he is waiting for Mary. ഇതാ അവൾ മറിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. He is calling Mary. അവൻ മറിയയെ വിളിക്കുന്നു. That without his words, she understood. യേശു ഇതൊന്നും പറഞ്ഞില്ല എങ്കിൽ തന്നെയും മാർത്തയ്ക്ക് ഇത് മനസ്സിലായി. That's why Martha went home. അതുകൊണ്ടാകുന്നു മാർത്ത ഭവനത്തിലേക്ക് പോയി. Verse 28. അതിന് 28-ാം വാക്യത്തിൽ, When she had so said, she went her way and called Mary, her sister, secretly, saying, the master is come and calleth for thee. ഇത് പറഞ്ഞിട്ട് പോയി തന്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ച്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നുവെന്ന് പറഞ്ഞു. Secretly, she called her sister. സ്വകാര്യമായി തന്റെ സഹോദരിയെ അവൾ വിളിച്ചു. What she told? എന്താകുന്നു അവൾ പറഞ്ഞത്? But in Bible it is not written. എന്നാൽ വേദപുസ്തകത്തിൽ അങ്ങനെ വിളിക്കുന്നുവെന്ന് പറഞ്ഞിട്ടില്ല. Jesus did not call her. യേശു അവളെ വിളിച്ചിട്ടില്ല. Jesus did not say, bring your sister here. യേശു തന്റെ വായ തുറന്ന് നിന്റെ സഹോദരി ഇവിടെ കൊണ്ടുവരുവാൻ പറഞ്ഞിട്ടില്ല. Conversation was going on. സംസാരം തുടരുന്നുണ്ടായിരുന്നു. Meanwhile, she left that place. എന്നാൽ ഉടനെ തന്നെ മാർത്ത സ്ഥലം വിട്ടു. She whispered in her ears, Master has come. He is calling you. സഹോദരിയുടെ കാതിൽ അവൾ മന്ത്രിക്കുകയാകുന്നു, ഇതാ ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. By seeing the face of Jesus, she understood this truth. യേശുവിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഈ സത്യം മാർത്തയ്ക്ക് മനസ്സിലായി. Yes, he is searching for my sister. അതേ, എന്റെ സഹോദരിയെ അവൻ അന്വേഷിക്കുന്നു. Because she loved Jesus earlier very much. എന്തുകൊണ്ടെന്നാൽ എന്റെ സഹോദരി മുൻപ് യേശുവിനെ അധികം സ്നേഹിച്ച ഒരു വ്യക്തിയാകുന്നു. And she used to listen by sitting at his footstool. അവന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധയോടെ അവൾ കേൾക്കുക പതിവായിരുന്നു. Now because of grief, she did not come here. എന്നാൽ ഇപ്പോൾ ദുഃഖ നിമിത്തമോ അവൾ ഇവിടെ വന്നിട്ടില്ല. But Jesus still loves her. എന്നാൽ യേശു ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നു. He was waiting for her. യേശു ഇതാ അവൾക്കായി He കാത്തുകൊണ്ടേയിരിക്കുന്നു. did not do miracle. അവൻ അത്ഭുതം ചെയ്തില്ല. Without Mary, he did not do miracle. മറിയ അവിടെ വരാതെ അവൻ അത്ഭുതം ചെയ്തില്ല. Without Mary, he did not raise Lazarus back to life. മറിയ അവിടെ വരാതെ ലാസറിനെ വീണ്ടും ജീവൻ അവന് കൊടുത്തില്ല. Even before Mary come there, he could have done that miracle. മറിയ അവിടെ വരുന്നതിന് മുമ്പ് തന്നെ യേശുവിന് വേണമെങ്കിൽ അത്ഭുതം ചെയ്യാമായിരുന്നു. Even Mary came there, he could have finished everything. മറിയ വരുന്നതിന് മുൻപ് തന്നെ സകല കാര്യങ്ങളും അവന് ചെയ്ത് അവസാനിപ്പിക്കാമായിരുന്നു. But he is waiting for Mary. എന്നാൽ ഇതോ മറിയയ്ക്ക് വേണ്ടി അവൻ കാത്തിരിക്കുന്നു. To be gracious on her. അവനോട് കൃപ കാണിപ്പാൻ, To show mercy on her. അവളോട് കരുണ കാണിപ്പാൻ. Whatever her grief it may be. അവളുടെ ദുഃഖം എന്ത് തന്നെയായിരുന്നാലും, Whatever her prejudice it may be. അവളുടെ മുൻവിധി എന്ത് Or തന്നെയായിരുന്നാലും, whatever his misunderstand about Jesus it may be. യേശുവിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ എന്ത് തന്നെയായിരുന്നാലും, To change everything. സകലത്തെയും മാറ്റി മറിക്കുവാൻ, And to show miracle. അത്ഭുതത്തെ അവളെ കാണിക്കാൻ, That he is the resurrection and life. അവൻ തന്നെ പുനരുദ്ധാനവും ജീവനെന്ന് കാണിപ്പാൻ. Yes, how much he loves that family. ആ കുടുംബത്തെ എത്രത്തോളം യേശു സ്നേഹിക്കുന്നു Yes, how much he loves Lazarus. ലാസറിനെ എത്രത്തോളം യേശു സ്നേഹിക്കുന്നു. How much he loves Mary and Martha. മറിയയും മാർത്തയെ എത്രത്തോളം അവൻ സ്നേഹിക്കുന്നു. He was waiting. അവൻ ഇതാ കാത്തുകൊണ്ടേയിരിക്കുന്നു. When Mary came there, മറിയ അവിടെ കടന്നു വന്നപ്പോൾ and then once again, conversation started. വീണ്ടും ആ സംസാരം തുടർന്നു. Then he did miracle. അതിനുശേഷം അവൻ അത്ഭുതത്തെ ചെയ്തു. He brought Lazarus back to life. ഈ ലാസറിനെ അവൻ ജീവൻ കൊടുത്ത് മടക്കി He കൊണ്ടുവന്നു. restored Mary unto that first love. അവനോ മറിയെ ആദ്യ സ്നേഹത്തിലേക്ക് Dear child of God. സ്ഥാനപ്പെടുത്തി. ദൈവത്തിലെ He is waiting for you. ഇതാ അവൻ നിനക്കായി കാത്തുകൊണ്ടിരിക്കുന്നു. He is waiting for you. നിനക്കായി അവൻ കാത്തുകൊണ്ടിരിക്കുന്നു. Waiting Jesus we have. ഇതാ കാത്തുകൊണ്ടിരിക്കുന്ന ഒരു യേശു നമുക്കുണ്ട്. You might have withdrawn your love. ഒരുപക്ഷെ നിങ്ങളുടെ സ്നേഹം നിങ്ങൾ പിൻവലിച്ചു You കാണും. might have given room for worldliness. നിങ്ങൾ ലൗകിക ഇടം കൊടുത്തു കാണും. You might have given room for so many other things. മറ്റു പല കാര്യങ്ങൾക്കും നിങ്ങൾ ഇടം കൊടുത്തു കാണും. So many misunderstanding might have come. ഒരുപക്ഷെ പലവിധമായ തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കാം. But he wants you. എന്നാലോ നിങ്ങളെ അവൻ ആവശ്യമുണ്ട്. Until you come to Jesus, he won't go. യേശുവിന്റെ അടുക്കൽ നിങ്ങൾ വരാതെ യേശു അവിടെ നിന്ന് മാറിപ്പോകയില്ല. All the way he has come this morning to meet you. ഇതാ ഈ പ്രഭാതത്തിൽ അവൻ ഇവിടെ വരെ നിങ്ങളെ കാണുവാൻ തക്കവണ്ണം വന്നിരിക്കും. Let us all stand up. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Let us all say to Jesus, നമുക്ക് യേശുവിനോട് പറയാം, Jesus, I am coming to you. യേശുവേ, നിന്റെ അടുക്കൽ ഞാൻ വരുന്നു. All these years you are waiting for me. ഈ വർഷങ്ങളൊക്കെ എനിക്കായി കാത്തുകൊണ്ടിരുന്നല്ലോ. Lord, once I loved you. ഒരിക്കൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. I had dedication for you. നിനക്ക് വേണ്ടിയുള്ള പ്രതിഷ്ഠ എനിക്കുണ്ടായിരുന്നു. I had a covenant with you. നിന്നോട് എനിക്കൊരു ഉടമ്പടി I ഉണ്ടായിരുന്നു. used to pray.
ഞാൻ പ്രാർത്ഥിക്കുക പതിവായിരുന്നു. I used to read word of God. തിരുവചനം ഞാൻ വായിക്കുക പതിവായിരുന്നു. I used to come to thy presence. നിന്റെ സന്നിധിയിലേക്ക് വരിക ഞാൻ പതിവായിരുന്നു. I loved you more. നിന്നെ അധികമായി ഞാൻ സ്നേഹിച്ചിരുന്നു. But many things came in between. എന്നാലോ പല കാര്യങ്ങളും അതിന്റെ ഇടയ്ക്ക് വന്നു. As if death happened in my life. മരണം പോലെ പലതും മരണത്തിന് തുല്യമായത് സംഭവിച്ചിരിക്കുന്നു. Oh, that love has gone away. ഇതാ സ്നേഹം എന്നെ വിട്ട് പോയിരിക്കുന്നു. Not able to love you, Lord. നിന്നെ അധികമായി സ്നേഹിപ്പാൻ കഴിയുന്നില്ല. Physically I am here, but spiritually I am far away from you. ശാരീരികമായി ഞാൻ ഇവിടെ കാണപ്പെടുന്നുവെങ്കിലും ആത്മീകമായി ഞാൻ നിന്നിൽ നിന്ന് ദൂരമായിരിക്കുന്നു. But Jesus, you are waiting for me. എന്നാൽ യേശുവേ നീ എനിക്കായി കാത്തിരിക്കുന്നുവല്ലോ. Lord, this morning I heard that you are waiting for me. ഈ പ്രഭാതത്തിൽ ഞാൻ ഇതാ കേട്ടിരിക്കുന്നു നീ എനിക്കായി കാത്തിരിക്കുന്നുവെന്ന്. Like Martha, I am whispering in your ear. ഇതാ മാർത്തയെ പോലെ നിന്റെ ചെവിയിൽ ഞാൻ ഇതാ മന്ത്രിക്കുന്നു. As a messenger, I am coming to you. ഇതാ ഒരു ദൂതുവായിയെ പോലെ നിന്റെ അടുക്കലേക്ക് ഞാൻ വരുന്നു. Master is come ഇതാ ഗുരു വന്നിട്ടുണ്ട്. and calleth for thee. നിന്നെ അവൻ വിളിക്കുന്നു. Yes, dear child of God. അതേ പ്രിയ ദൈവമേ, Master is come. ഗുരു വന്നിട്ടുണ്ട്. He is calling you. ഇതാ അവൻ നിന്നെ വിളിക്കുന്നു. Immediately, Mary accepted that invitation. ഉടനെ തന്നെ മറിയ ആഹ്വാനം സ്വീകരിച്ചു. Oh, it was a glorious day. ഇതാ ഒരു മഹത്വപൂർണമായ ഒരു ദിനമായി മാറി. It was a day of resurrection of her brother. അവളുടെ സഹോദരന്റെ പുനരുദ്ധാന ഉയർത്തെഴുന്നേൽപ്പിൻ നാളായി മാറി. He got a new life. ഒരു പുതിയ ജീവൻ അവന് ലഭിച്ചു. Her eyes were enlightened. മാത്രമല്ല അവളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടു. Her life was restored. അവളുടെ ജീവിതം യഥാസ്ഥാനപ്പെട്ടു. Surrender your life. നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാം. Your lost spiritual life will be restored. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട ആത്മീയ ജീവിതം യഥാസ്ഥാനപ്പെടും. Lord, I'm coming to you, Lord. I'm coming to you, Lord. Lord, we are coming to you, Lord. We are coming to you, Lord. Amen. You are waiting for us, Lord. You are waiting to be gracious, Lord. Open your mouth and say. നിങ്ങളുടെ വാ തുറന്ന് പറഞ്ഞാട്ടെ. Children, open your mouth and say. കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വാ തുറന്ന് പറഞ്ഞാട്ടെ. Jesus, you are waiting for me all these days and months. കർത്താവേ ഈ മാസങ്ങളായി ഈ ദിനങ്ങളൊക്കെ നീ എനിക്കായി കാത്തുകൊണ്ടിരുന്നല്ലോ. To be gracious. എന്നോട് കരുണ കാണിപ്പാൻ. To be merciful. എന്നോട് ദയ കാണിപ്പാൻ. And to redeem me. എന്നെ വീണ്ടെടുപ്പാൻ. To restore me. എന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ. You are waiting for me. നീ എനിക്കായി കാത്തുകൊണ്ടിരിക്കുന്നു. Today I understood your love. കർത്താവേ ഇന്ന് നിന്നെ എനിക്ക് മനസ്സിലായിരിക്കുന്നു. Lord, I am coming to you. ഇതാ ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു. Lord, let all the death like experience go away from my life. കർത്താവേ മരണതുല്യമായ സകല അനുഭവങ്ങളും എന്നെ വിട്ട് പോകട്ടെ. All emptiness, let it go away. സകല ശൂന്യതയും എന്നെ വിട്ട് Let പോകട്ടെ. all tears go away. എല്ലാ കണ്ണുനീരും പോകട്ടെ. Lord, all the singing experience go away. കർത്താവേ നാട്യം വമിക്കുന്ന സകല അനുഭവങ്ങളും Hallelujah, പോകട്ടെ. hallelujah, hallelujah.